ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വിശദമായി വീഡിയോ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ, സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താൻ. അപ്പോൾ നേരത്തെ തന്നെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും വിദ്യാർത്ഥികളെ അറിയിച്ചിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു സ്കോളർഷിപ്പായിട്ടുള്ള നോർക്ക റൂട്ട്സ് ഡയറക്ടർ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ അപേക്ഷ നൽകുവാൻ സാധിക്കും, അപേക്ഷ നൽകേണ്ട ലാസ്റ്റ് ഡേറ്റ്, അപേക്ഷ നൽകേണ്ട വെബ്സൈറ്റ്, അതേപോലെ തന്നെ അതിൻ്റെ ക്രൈറ്റീരിയ തുടങ്ങിയ എല്ലാ കാര്യവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ ഒന്നാമതായിട്ട് സ്കോളർഷിപ്പിൻ്റെ പേര് നോർക്ക റൂട്ട്സ് ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പാണ്. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് ആർക്കൊക്കെയാണ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക? അപ്പോൾ അതായത് ആമുഖമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവന നൽകിയ പ്രവാസി സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് പ്രവാസികളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പാണ് നോർക്കയുടെ ഈ ഒരു സ്കോളർഷിപ്പ് പദ്ധതി. അപ്പോൾ അതിൻ്റെ യോഗ്യത ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് കുറഞ്ഞത് 2 വർഷമായി വിദേശത്ത് ജോലി ചെയ്തിട്ടുള്ള താഴ്ന്ന വരുമാനക്കാരായ പ്രവാസി കേരളീയരുടെ, അതായത് വാർഷിക വരുമാനം ശ്രദ്ധിക്കാം 3 ലക്ഷം വരെയുള്ള ഇത്തരത്തിലുള്ള 3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അറ്റ്ലീസ്റ്റ് മിനിമം പ്രവാസ ലോകത്ത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ള പ്രവാസികൾ, അത് നിലവിൽ ഇപ്പോൾ തിരികെ വന്ന് നാട്ടിൽ താമസമാക്കിയ പ്രവാസികൾക്കുള്ള സ്കോളർഷിപ്പാണ്. അത് ഇത്തരത്തിലുള്ള പ്രവാസികളുടെ മക്കൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ്. ശ്രദ്ധിക്കേണ്ട കാര്യം, 2 വർഷം വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിലോട്ട് തിരിച്ചു വന്ന പ്രവാസികൾക്കാണ്. അതായത് വരുമാന പരിധി 3 ലക്ഷം രൂപ വരെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവാസികളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പ്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികളുടെ മക്കൾക്കാണ് ഈ പറയുന്ന സ്കോളർഷിപ്പ് ലഭിക്കുക നമുക്ക് നോക്കാം. അതായത് വിവിധ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികളുടെ മക്കൾക്ക് ഈ ഒരു പ്രവാസി സ്കോളർഷിപ്പ്, അതായത് നോർക്കയുടെ സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കോഴ്സ് ലിസ്റ്റ് നമുക്ക് നോക്കാം. അതായത് പ്രധാനമായിട്ടും ഒന്നാമതായിട്ട്, അതായത് ബിരുദാനന്തര ബിരുദം, അതായത് PG കോഴ്സുകളും അതേപോലെ ചില പ്രൊഫഷണൽ കോഴ്സുകൾക്കുമാണ് ഈ പറയുന്ന നോർക്ക സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് LLB, അതേപോലെ BAc, BA LLB, BF Tech, BMRT, BPEd, BPharm, BSc അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, BSc MLT, BSc നഴ്സിംഗ്, BTech, അതേപോലെ BPT, BHM, BUMS, BAMS, LLB, BDS, BFC, BHM, BHMS, BPE, ഇത്തരത്തിൽ പ്രധാനപ്പെട്ട, അത് BBA, BVOC ഉൾപ്പെടെയുള്ള BSc പാരാമെഡിക്കൽ ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ട്. അതിന് അതേപോലെ തന്നെ PG വിഭാഗത്തിൽ LLM, MA, വിവിധ PG കോഴ്സുകൾ ഉൾപ്പെടെ, അതായത് BEd ഉൾപ്പെടെയുള്ള വിവിധ PG കോഴ്സുകൾക്കും, അതായത് ടോട്ടൽ 33, അതേപോലെ 63ഓളം കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികളുടെ മക്കൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുക. അതേപോലെ തന്നെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഡേറ്റ്. അതായത് ഈ മാസം ലാസ്റ്റ് വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ഈ പറയുന്ന സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്ന നിലവിൽ ലാസ്റ്റ് ഡേറ്റ് 30/11/2024 വരെയാണ്. അപ്പോൾ ആമുഖമായിട്ട് സ്കോളർഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. അതായത് പ്രവാസികളുടെ മക്കൾക്ക് നിലവിൽ 2 വർഷമെങ്കിലും പ്രവാസ ലോകത്ത് ജോലി ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു വന്ന പ്രവാസികളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പാണ്. അപ്പോൾ അതിൻ്റെ കോഴ്സുകൾ നമ്മൾ നോക്കി. ഇനി അതേപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അപേക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അതായത് കേരളത്തിലെ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ കോഴ്സുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നോ അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി അംഗീകരിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ചെയ്യുന്നതായിരിക്കും. അതായത് റെഗുലറായിട്ടുള്ള കോഴ്സുകളായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, കേരളത്തിലെ സർവകലാശാല അംഗീകരിച്ച കോഴ്സുകൾക്കും അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള റെഗുലർ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്കുമായിരിക്കും ഈ പറയുന്ന സ്കോളർഷിപ്പ് ലഭിക്കുക. പിന്നെ അതേപോലെ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തെറ്റായ വിവരങ്ങളോ മറ്റുള്ളതൊന്നും രേഖപ്പെടുത്താൻ പാടില്ല. അതേപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗുണഭോക്താക്കളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് മുഖേനയാണ് സ്കോളർഷിപ്പ് തുക ലഭിക്കുക. ഓരോ കോഴ്സിനും 15,000 രൂപയാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുക. ഏത് കോഴ്സാണെങ്കിൽ 15,000 രൂപയാണ് സ്കോളർഷിപ്പ് തുക ലഭിക്കുക. ഇനി അതേപോലെ തന്നെ അപേക്ഷയുടെ മുമ്പ് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സാണ് അപേക്ഷയുടെ കൂടെ നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടതെന്ന് നോക്കാം. അതായത് ഈ ഒരു നോർക്കയുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തയ്യാറാക്കി വെക്കുന്ന പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് സ്വാഭാവികമായിട്ടും നോർമലായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും, അതായത് SLC വേണം, +2 വേണം, ഇനി ഡിഗ്രി വേണം, അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഗസറ്റഡ് ഓഫീസറും, അതായത് പ്രൂഫ് ഓഫ് റിട്ടേൺ, പ്രവാസിയാണെന്ന് തെളിയിക്കുന്ന ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം. അതിൻ്റെ ഫോർമാറ്റ് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ട് അത് കൂടി കാണിക്കാം. അതേപോലെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. ഇനി അതേപോലെ തന്നെ നിങ്ങൾ സ്കൂളിലാണെങ്കിൽ പ്രിൻസിപ്പളുടെ, അല്ലെങ്കിൽ സ്കൂളോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒന്നെങ്കിൽ ഡയറക്ടർ അല്ലെങ്കിൽ പ്രിൻസിപ്പളുടെ സർട്ടിഫിക്കറ്റ് വേണം. അതിൻ്റെ ഫോർമാറ്റും ഈ വെബ്സൈറ്റിൽ അത് പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ സ്ഥാപനത്തിൽ സബ്മിറ്റ് ചെയ്താൽ അവർ സൈൻ ചെയ്ത് നിങ്ങൾക്ക് തരും. ഇനി അതേപോലെ തന്നെ ഡിക്ലറേഷൻ ഓഫ് പാരൻറ്റ്, അതും ഈ പറയുന്ന ഫോർമാറ്റ് ഇതുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ഓൺലൈൻ അപേക്ഷ കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു പ്രിൻ്റൗട്ടിൻ്റെ കൂടെ, അപേക്ഷയുടെ പ്രിൻ്റൗട്ടിൻ്റെ കൂടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഈ ഡോക്യുമെൻറ്റ്സാണ്. അപ്പോൾ ഇതിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ ഡോർക്കിക്ക് അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം,
നിങ്ങൾ എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ആധാർ കാർഡ് വേണം, പാസ്പോർട്ട് കോപ്പി വേണം, അതേപോലെ ലേറ്റസ്റ്റ് വാലിഡ് വിസ പേജ് ഓഫ് പാസ്പോർട്ട്, അതായത് നിങ്ങളുടെ പാരൻസിൻ്റെ ഈ ഒരു പാസ്പോർട്ട് പേജ് നിങ്ങൾ ഇതിന് കൂടെ വെക്കണം. പിന്നെ ഏതായാലും ഫോട്ടോഗ്രാഫ് ഓഫ് സ്റ്റുഡൻറ്റ്, വിദ്യാർത്ഥികളുടെ ഫോട്ടോസ്, അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി നിങ്ങൾ ഇതിന് കൂടെ വെക്കണം. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റിൻ്റെ പ്രിൻ്റ് ഇവിടെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും Annexure 3 സർട്ടിഫിക്കറ്റ് ബൈ ഗസറ്റ് ഓഫീസർ. അപ്പോൾ നിങ്ങളുടെ ഫാദർ പ്രവാസിയായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് നിങ്ങൾ അത് സൈൻ ചെയ്ത് വെക്കുക. ഇനി അതേപോലെ തന്നെ പാരൻറ്റ് ഗാർഡിയൻ നേരത്തെ പറഞ്ഞ ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. Annexure 2 അത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് നിങ്ങൾ ജസ്റ്റ് സൈൻ ചെയ്ത് വെക്കുക. ഇനി അതുപോലെ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പ്രിൻസിപ്പൽ സൈൻ ചെയ്യേണ്ട സർട്ടിഫിക്കറ്റാണ് ഒന്നാമത്തത്. അതും ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഇതേപോലെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ പ്രിൻ്റൗട്ട് നിങ്ങൾ കോളേജിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോളേജിൽ നിങ്ങൾക്ക് പ്രിൻസിപ്പൽ സൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും സെറ്റാക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷയിലോട്ട് വരിക. അപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ഒഫീഷ്യൽ വെബ്സൈറ്റ് ജസ്റ്റ് നിങ്ങൾ www.scholarship.norcaroots.org എന്നുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഗൂഗിൾ ടൈപ്പ് ചെയ്താൽ ഡയറക്റ്റ് ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ സാധിക്കും. ഈ പറയുന്ന ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കും. അവിടെ നിങ്ങൾ നോർമലായിട്ട് ഫുൾ നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ്, അതേപോലെ നിങ്ങൾ പാസ്വേഡ് കൺഫേം ചെയ്യുക, സൈനപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങളിവിടെ നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്കിവിടെ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫൈനലി നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് പോകുക. ഈ ഒരു പ്രിൻ്റ് ഔട്ടിൻ്റെ കൂടെ നിങ്ങൾ ഈ പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ നേരത്തെ പറഞ്ഞ SLC മുതലുള്ള ഡിഗ്രി വരെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റും, ഇനി പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അതായത് തൊട്ട് മുമ്പുള്ള കോഴ്സ്, അതായത് വിദ്യാർത്ഥികളുടെ +2 മാർക്കായിരിക്കും. ഇനി PG കോഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയുടെ മാർക്കായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ കൃത്യമായിട്ട് എൻക്ലോസ് ചെയ്ത് നിങ്ങൾ നോർക്കയിൽ സബ്മിറ്റ് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ ഇത് പ്രവാസികളെ ഈ പറഞ്ഞ 3 ലക്ഷം രൂപ പരിധിയുള്ള എല്ലാ പ്രവാസികളുടെ മക്കൾക്കും ഈ പറഞ്ഞ സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് നിങ്ങളുടെ യോഗ്യതാ പരീക്ഷ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ PG ആണെങ്കിൽ ഡിഗ്രി പരീക്ഷയ്ക്ക് ലഭിച്ച നിങ്ങളുടെ മാർക്ക്. ഇനി വിവിധ പ്രൊഫഷണൽ കോഴ്സ് +2 ബേസ് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും പാരാമെഡിക്കൽ പോലുള്ള കോഴ്സുകളാണെങ്കിൽ വിദ്യാർത്ഥികളെ +2 ലഭിച്ച മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ മിനിമം നിങ്ങളുടെ യോഗ്യതാ പരീക്ഷ, അതായത് +2 അല്ലെങ്കിൽ ഡിഗ്രിക്ക് നിങ്ങൾക്ക് 60% മാർക്ക് മിനിമം കരസ്ഥമാക്കിയിട്ടുള്ള എല്ലാ പ്രവാസികളുടെ മക്കൾക്കും ഈ പറയുന്ന സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ഈ രീതിയിൽ നിങ്ങളുടെ യോഗ്യതാ പരീക്ഷയുടെ മാർക്കും അതേപോലെ തന്നെ നിങ്ങളുടെ പേരൻസിൻ്റെ വരുമാന പരിധി നോക്കിയിട്ടായിരിക്കും ഈ പറയുന്നത് നോർക്കയുടെ സ്കോളർഷിപ്പ് തുക വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോർക്കയുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് പ്രവാസികളുടെ മക്കൾ ശ്രദ്ധിക്കുക. അതേപോലെ എല്ലാ പ്രവാസികൾക്കും ഇപ്പോൾ 2 വർഷം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ എല്ലാ പ്രവാസികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പരമാവധി സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മുടെ ചാനലിലെ വിദ്യാർത്ഥികളെ കൃത്യമായിട്ട് അറിയുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ വിവിധ കോഴ്സുകൾ, അതായത് വിവിധ യൂണിവേഴ്സിറ്റികളിലെ അഡ്മിഷൻ സംബന്ധമായും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ചാനൽ ഒരിക്കൽ കൂടി നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരമാവധി ഇത്തരത്തിൽ വീഡിയോകൾ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം വിടാം. ഇറ്റ്സ് മീ സവാദ് അരിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.